Hi, hello and welcome back to my channel. ഇന്ന് ഒരു ചെറിയ സാധനം പിക്കപ്പ് ചെയ്യാൻ പോവാം. എന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു റിവ്യൂ ചെയ്തേക്കാം. എന്തു പറയുന്നു? നമുക്ക് ആളുടെ റിവ്യൂ ഒന്ന് നോക്കാം. നമ്പർ 353 ഓപ്പോസിറ്റായിട്ടുള്ള സായി സർവീസിൻ്റെ നെക്സ ഷോറൂമിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വണ്ടിയുടെ ബുക്കിംഗ് തൊട്ട് ഫൈനൽ ഡെലിവറി വരെയുള്ള സകല പ്രൊസീജിയറിനും എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് അജയ് എന്നുള്ള എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പം ഇപ്പോൾ എനിക്ക് അവരുടെ ഹാമ്പർ ഹാൻഡ് ഓവർ ചെയ്തത് ആളാണ്. ആളുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ബെലനോ നമ്മുടെ കയ്യിൽ കിട്ടി. അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അതെല്ലാം നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എടുത്തുകൊണ്ടുകൊണ്ടെന്ന് നമുക്ക് വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 5 ലിറ്ററിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അവിടെ അടുത്തുള്ളൊരു പമ്പിൻ്റെ തന്നെ. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്രോളിനൊക്കെ വില കൂടുന്ന സ്ഥിതിക്ക് വണ്ടിയെക്കുറിച്ച് ആദ്യം പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റിയെ പറ്റി തന്നെ പറയാം. അതിന് ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റേഴ്സാണ്. ഇപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് 4000 രൂപ അടുപ്പിച്ച് വരും ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ. അപ്പം നമുക്ക് മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ആൾ ഫുൾ ടാങ്കാണ്. അടുത്ത പെട്രോൾ പമ്പ് കാണുമ്പോൾ നമുക്ക് അടിച്ച് നോക്കിയിട്ട് എത്രയാണോ മൈലേജ് എന്നുള്ളതൊന്ന് കണക്കൂട്ട് നോക്കാം. ഇത് ബലെനോയുടെ ആൽഫ വേരിയൻ്റാണ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കാം. ഇതിൻ്റെ ഫുഡിൻ്റെ ബുക്കിൻ്റെ മുകളിലത്തെയാണ്, ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ക്യാബിൻ. അപ്പോൾ എൻജിൻ ക്യാബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഈ ബ്ലൂ കളർ ക്യാപ്പാണ് നമ്മുടെ വൈപ്പറിൻ്റെ സ്പ്രേയിങ്ങിൻ്റെ വെള്ളം ഒഴിക്കുന്ന പോയിൻറ്റ്. അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഇവിടെ മുകളിൽ ടോപ്പ് ലെഫ്റ്റിലൊക്കെ ഉണ്ട്. അതൊരു ഇൻസ്ട്രക്ഷനായിട്ട് എഴുതിയിട്ടുണ്ട് ഏത് ടൈപ്പ് ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കണമെന്ന്. അതുപോലെ ഇത് കൂളുണ്ട്. എൻജിൻ ക്യാബിൻ്റെ ബേസ് സീലാണ്. ഇപ്പോഴത്തെ വണ്ടിയുടെ ആണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇതിൻ്റെ സീൽഡായിട്ടാണ് ബേസ് ഇരിക്കുന്നത്. ഇതിനൊക്കെ 360 ഡിഗ്രി വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ 360 ഡിഗ്രിയുടെ ക്യാമറാസ് ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. ഇതാണ് ഒരു ക്യാമറ. പിന്നെ ഒരെണ്ണം ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെക്കൻഡ് ക്യാമറ. അതുപോലെ ബാക്കി 2 സൈഡിലും ഓരോ ക്യാമറാസ് വീതം ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ 360 ഡിഗ്രി വ്യൂ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. ഇതിപ്പം സീറ്റ് നന്നായിട്ട് പുറകോട്ട് നീക്കിയിട്ടാൽ പോലും വളരെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക് സീറ്റാണ് നമ്മൾ ബലെനോയ്ക്ക് ഉള്ളത്. അതുപോലെ USB പോയിൻറ്റും അതുപോലെ AC വെൻറ്റും ഇവിടെ താഴെയായിട്ട് കാണുന്നുണ്ട്. നമുക്ക് USB ചാർജ് ചെയ്യാനുള്ള പോയിൻറ്റും അതുപോലെ തന്നെ AC-യുടെ വെൻറ്റും അതിൻ്റെ ഇൻഡിവിജ്വൽ കൺട്രോളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞൊരു ആംറെസ്റ്റാണ്. അതിൻ്റെ കീഴിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടും. അതുപോലെ ഇതിൻ്റെ ബൂട്ടും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്ക് നെക്സയിൽ നിന്ന് കിട്ടിയൊരു
കാർ കെയർ കിറ്റാണ്. ഒരു നമ്മുടെ USB മറ്റേ നമ്മുടെ ലൈറ്ററിൻ്റെ ഹോൾഡർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്വം ക്ലീനർ, അതുപോലെ ഒരു ഫാസ്റ്റ് ചാർജിങ് പോർട്ട്, കൂട്ടത്തിലൊരു കാർ വാഷിംഗ് കിറ്റുണ്ട്, ഒരു മൈക്രോഫൈബർ ക്ലോത്തിങ്ങും എൻ്റെ ഷാമ്പൂയും പോളിഷും ഒക്കെ ചേർത്ത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ എയർ ഫ്രഷ്നറും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മൈക്രോഫൈബർ ക്ലോത്തും ഷാമ്പൂയും പോളിഷും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കാർ കെയർ കിറ്റും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറയുന്നത് ഇതാണ്. ഈ ലെയറിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്റ്റെപ്പിനെയും ജാക്കിയും അതുപോലെ തന്നെ നമ്മുടെ പാനക്കിൻ്റെ ട്രയാങ്കിളും ടൂൾ കിറ്റും എല്ലാം അതിന് താഴെയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പിനി നമ്മുടെ നോർമൽ അലോയ് വീലിനെക്കാട്ടിലും ഒരു അല്പം ചെറുതാണ്. കീലെസ് എൻട്രിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ബൂട്ട് തുറക്കാൻ പറ്റുന്നു എന്നുള്ളത്. നമ്മുടെ കീ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കീ ഇട്ട് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ബട്ടണെ പ്രസ് ചെയ്ത് ഇപ്പോൾ ലോക്ക് ആണെങ്കിൽ പോലും നമ്മൾ ആ കീ വെച്ച് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഈ ബട്ടണെ പ്രസ് ചെയ്ത് സെക്കൻഡ് ബട്ടണെ പ്രസ് ചെയ്യുവാണെങ്കിൽ ബൂട്ട് തുറക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പം കീ ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലോക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബട്ടണെ പ്രസ് ചെയ്തിട്ട് സെക്കൻഡ് ബട്ടണെ പ്രസ് ചെയ്യുവാണെങ്കിൽ അതിന് ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺലോക്ക് ആവും. സെക്കൻഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കുകയും ചെയ്യാം. നമുക്ക് കീ എടുത്ത് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇതേ സെയിം ഫീച്ചർ ബൂട്ടിന് മാത്രമല്ല നമുക്ക് ഡോറിനും ഉണ്ട്. കീ വെച്ച് പ്രസ് ചെയ്ത് അൺലോക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഇത് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്ത് കയറാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടിയുടെ ഒരു റിവ്യൂ പോലെ പറയുന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് അതുമാത്രമല്ല എനിക്ക് വണ്ടികളെ പറ്റി അധികം വലിയ അറിവില്ല. എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഞാനൊരു ഒരാളൊരു പുതിയ വണ്ടി കിട്ടുവാണെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാനിതിനെ കവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ സെപ്പറേറ്റായിട്ട് ആഡ് ഓൺ ചെയ്ത സീറ്റ് കവറാണ്. ഒറിജിനൽ സീറ്റല്ല. ബാക്കി ഇൻറ്റീരിയർ ഞാൻ വലിയതായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സീറ്റ് കവറും ബേസിലെ വിനൈലും മാത്രമേ ഇൻറ്റീരിയറായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ സൈഡ് സർവീസിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വഴിയാ പറയാം. അപ്പം ഞാൻ ബേസിക്കലി ചെയ്തേക്കുന്നത് വിനൈൽ മാറ്റും അതുപോലെ തന്നെ ജസ്റ്റ് വിനൈലും ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ. അതുമാത്രമേ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം എങ്ങനെയാണോ വരുന്നത് ആ ഒരു ബേസിക് സെറ്റപ്പ് കമ്പനി ഫിറ്റ് ചെയ്തേക്കുന്ന സെറ്റിങ് തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ബെലേനോയുടെ കേസിൽ വേറൊരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയത്, ഈ ഒരു ഡയമെൻഷനുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം കമ്പാരിറ്റീവ്ലി ഇൻറ്റേർണലി നമുക്ക് കുറച്ചുകൂടെ സ്പേസ് അവൈലബിൾ ആയിട്ട് തോന്നി. കുറച്ചുകൂടെ അകം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നി. ഈ ഡോറിന് പക്ഷേ ഇച്ചിരി ഹൈറ്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ഒരു ഇത് ഇച്ചിരൂടെ പൊങ്ങിയിരുന്നെങ്കിൽ നല്ലതാണ്. കാരണം കയറുമ്പോൾ എനിക്ക് ഇടിച്ചായിരുന്നു. എനിക്ക് 5'11" ഹൈറ്റ്. അപ്പം അതിൽ കയറി തന്നെ എൻ്റെ തല ഇടിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അകത്ത് കയറിയാൽ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ഉണ്ട്, കുഴപ്പമില്ല. എന്താണ് നമുക്ക് സായിന്ന് കിട്ടിയ കിറ്റ്, ചോക്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ പിന്നുള്ളത് വണ്ടിയുടെ നമ്മുടെ ഇൻഷുറൻസ്, ടാക്സിൻ്റെ എല്ലാം. RC ബുക്ക് നമുക്ക് പിന്നെ വീട്ടിലോട്ട് വരത്തേ ഉള്ളല്ലോ. ഇൻഷുറൻസ് അതെല്ലാം രണ്ടുമാണ് കിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പം നമുക്ക് ആദ്യം മൈലേജ് ടെസ്റ്റ് ചെയ്യാം. ഫുൾ ടാങ്ക് അടിച്ചിട്ട് കിലോമീറ്ററും നോട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ആദ്യം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. ഇനി നമുക്ക് 0 ആക്കി. ഇനി ട്രിപ്പ് നമുക്ക് അടുത്ത ഫ്യൂലിംഗ് വരെ എത്ര ഇതെടുക്കുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ബലേനോയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഇൻറ്റീരിയർ ആണ്. അത് ഈ ഒരു ഡയമെൻഷനിലുള്ള വണ്ടികളെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെ ആണ് ബലേനോയ്ക്ക് ഉള്ളത്. ഇതിൻ്റെ പ്രൈസിങ്ങും അതുപോലെ തന്നെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അടുത്തായിട്ട് പറയാം. ഓരോ വേരിയൻറ്റിനും പ്രൈസിങ്ങും അതിന് വരുന്ന ടാക്സും ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെയാണ്. 1-2 ഫീച്ചേഴ്സ്. അതായത് നമുക്ക് കാറിൻ്റെ കീ നമ്മൾ ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്ത് വെച്ച് ലോക്കായി പോകുന്നൊരു പ്രശ്നം നമുക്ക് പണ്ടുണ്ടായിരുന്നു. എന്തായാലും ബലേനോയ്ക്കകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കാർ വെച്ച് കീ വെച്ച് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കാണിച്ചൊരു സ്വിച്ച് ഇല്ലേ, ആ സ്വിച്ച് പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലോക്ക് ആവുന്നതാണ്. പക്ഷേ നമ്മൾ കാറിൻ്റെ കീ അകത്താണ്, വണ്ടിക്കകത്താണ് എന്നുണ്ടെങ്കിൽ കീ ബട്ടൺ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ലോക്ക് ആവത്തില്ല. ഒരു ബസർ അടിച്ച് ഒരു ഇത് എക്കോ ചെയ്ത് അലേർട്ട് അടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ലക്ഷറി കാറിൻ്റെ അകത്തിരിക്കുന്നൊരു ഫീലാണ്. ഇപ്പം ഇതിൻ്റെ ലോവർ വേർഷൻ, അതായത് ബീറ്റ വേർഷൻ, ഇതിപ്പം ആൽഫ വേരിയൻ്റ് ആണ്. ബീറ്റ വേരിയൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ, ഞാൻ ആദ്യം കാണിച്ച ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ സൈസ് ചെറുതാണ്. കുറച്ച് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പം അവിടെ നിൽക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കാറിൻ്റെ കേസിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, എങ്കിലും ആസ് എ പേഴ്സൺ, ജസ്റ്റ് ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളൊരു വണ്ടിയായിട്ട് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഉപയോഗിച്ചത് വാഗണർ ആയിരുന്നുകൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അതൊരു എന്താ പറയുക, നമ്മളെപ്പോഴും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്താണോ, ഞാൻ ഇച്ചിരി ആ രീതിയിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇച്ചിരി ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നിൽക്കാനൊരു ടെൻഡൻസി എനിക്കുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഉടനെ ഇച്ചിരൂടെ, അതായത് വാഗണാറിനെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. പക്ഷേ ബലേനോയ്ക്ക് ആ ഒരു റിസ്ക്, അതായത് നമുക്ക് ഇച്ചിരൂടെ അടുത്ത് ചെന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇച്ചിരൂടെ ഒരു ടേണിങ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ സ്മോളറാണ്. അതായത് ഇച്ചിരൂടെ നമുക്കൊന്ന് ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടൈറ്റർ സ്പേസിൽ കൂടെ ഇച്ചിരൂടെ ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് പോകാൻ ബലേനോ ഉപയോഗിച്ച് നമുക്ക് പറ്റും. നമുക്ക് വിജയകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു സൈസ് ഫീൽ ചെയ്യും. നമുക്ക് അതിനെക്കാട്ടിലും ഒരു നാരോ ഇതിലൂടെ നമുക്ക് പോകാൻ പറ്റും. നേരത്തെ കാണിച്ച പോലെ 360 വ്യൂവിൻ്റെ ക്യാമറാസ് വെച്ചിട്ട് നമുക്ക് വേണേൽ സ്ക്രീൻ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇച്ചിരി നമുക്കൊരു ഐഡിയ കിട്ടും. വണ്ടിയുടെ ഡയമെൻഷൻ നമുക്കൊരു നേരത്തെ ഉള്ള വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ഒരു കണക്കൂട്ടിലുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ബലേനോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കണ്ട് ഉറപ്പാക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഈ നാവിഗേറ്റ് ചെയ്ത് ഈ ടൈറ്റർ സ്പേസുകളിൽ കൂടെ നാവിഗേറ്റ് ചെയ്യാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എൻ്റെ ഓട്ടോ ഓഫ് അതൊക്കെ അത്ര സുഖമായിട്ട് തോന്നില്ല. എന്തോ ഒരു എനിക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ ഓട്ടോമാറ്റിക് വെഹിക്കിൾസിലാണ് അത് കുറച്ചുകൂടെ നല്ലൊരു ഫീച്ചറായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഔട്ടുന്ന ഉടനെ ഐഡിൽ മോഡിലോട്ട് പോവുകയും ക്ലച്ച് ചവിട്ടിയിട്ട് ഫുൾ ചവിട്ടിയിട്ട് എടുക്കുന്ന ഉടനെ സ്റ്റാർട്ടാവുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് പെട്രോൾ വണ്ടികളിൽ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. നമുക്ക് ഓടിച്ച് നോക്കാം, അപ്പോൾ അറിയാമല്ലോ. അപ്പം ഞാനിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫ്യൂവലിംഗ് ആകുന്നുണ്ടേ എത്രത്തോളം പെട്രോളും കൂടുതൽ അടിക്കേണ്ടി വരും എന്ന് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇഗ്നിഷൻ കീ യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഈ പുഷ് ബട്ടൺ പരിപാടി. എനിക്കിച്ചിരി പാടാണ്, ഇന്ന് യൂസ് ടു ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഫുൾ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചാലേ ഇഗ്നിഷൻ എത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഓഫായി പോയാൽ ഉറപ്പായിട്ട് രണ്ടും ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കുക. ഒന്ന് എടുത്ത് ഫുൾ ചവിട്ടി പിടിച്ചിട്ട് വേണം ഇഗ്നിഷൻ കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ ലുക്കപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്തുണ്ട്, കാണിച്ചില്ലല്ലേ. ഇതിപ്പം നോർമലി ഞാൻ ഓണാക്കി വെച്ചേക്കാണ്. ഞാൻ ലുക്കപ്പ് ഡിസ്പ്ലേ ഓഫാക്കാം ആദ്യം. സോറി, ലുക്കപ്പ് ഡിസ്പ്ലേ അല്ല, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഞാൻ ജസ്റ്റ് ഓൺ ആക്കുകയാണ്. അത് ഇപ്പം ഓപ്പൺ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ്, അതുപോലെ തന്നെ ഇപ്പം ഫ്യൂവൽ ലോ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ലോ, എമർജൻസി ആയിട്ടുണ്ടാകുന്ന എന്തെങ്കിലും അലേർട്ട്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ലുക്കപ്പ് ഡിസ്പ്ലേയിൽ
കാണാൻ പറ്റും. എന്നാലും നമ്മുടെ വിഷൻ ഒട്ടും ബ്ലറാവുന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഞാനിതുവരെ ഓടിച്ചത് വെച്ച് എനിക്ക് കിട്ടി. എങ്കിലും ബാക്കി നമുക്കൊന്ന് നോക്കാം എന്താവും എങ്ങനെയാവുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വളരെ കംഫർട്ടബിളായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ വണ്ടി ഓടിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒരു നാച്ചുറലി ഒന്ന് വഴങ്ങി വരാൻ ഇച്ചിരി സമയമെടുക്കും. ആദ്യത്തെ ഒരു കുറച്ച് നേരം ഒഴിച്ചാൽ അത്യാവശ്യം വളരെ ഹാൻഡിലബിളായിട്ടുള്ള, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഈ ഒരു ബെലേനോ എന്ന് പറയുന്നത്. ഇപ്പം പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ലക്ഷറി വണ്ടിയുടെ എന്താ പറയുക, ഒരു വളരെ അഫോർഡബിളായിട്ടുള്ളൊരു ലക്ഷറി വണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ബെലേനോയുടെ പുതിയ ഡിസൈൻ. അത്യാവശ്യം ഹെഡ്ലൈറ്റ് ഞാനിപ്പോൾ ഓട്ടോയിലായിട്ടായിരുന്നു, അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും നമുക്ക് ലൈറ്റ് ഡിമ്മാകുന്നതിനനുസരിച്ച് ഡിമ്മും ബ്രൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റും അഡ്ജസ്റ്റ് ആണ്. ഞാൻ ഓട്ടോയിലാണ് ഇട്ടേക്കുന്നത്. പാർക്ക് ലൈറ്റ് വേണമെങ്കിലും ബ്രൈറ്റ് വേണമെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഓട്ടോയിലങ്ങ് ഇട്ടേക്കുവാണ്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം അത്യാവശ്യം ട്രാഫിക് ഉള്ളിടത്തൂടെ ആണെങ്കിൽ പോലും പുതിയൊരു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് പ്രശ്നമായിട്ട് ആദ്യം എടുത്ത സമയത്ത് കുറച്ച് നേരത്തെ ഈ ക്ലച്ചും ബ്രേക്കിൻ്റെയും അതുപോലെ ഈ പുഷ് ബട്ടൺ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. ബട്ടൺ വെച്ചിട്ടുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വഴങ്ങിയപ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ല. അത് ഒരു മണിക്കൂർ കൂടിപ്പോയാൽ ഇച്ചിരി ഒന്ന് മെനക്കെട്ടപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ കൂടിപ്പോയാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അപ്പം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉള്ളൊരു പമ്പിൽ നമുക്ക് ഫുള്ളാക്കി ആയിട്ട് അടിച്ചു നോക്കാം. അപ്പോൾ അറിയാമല്ലോ എത്രയാണ് വണ്ടിയുടെ മൈലേജ് കിട്ടുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആവറേജ് സ്പീഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 40 കിലോമീറ്റർ 50 ആ ഒരു റേഞ്ചിലേ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടും എന്ന്. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാം. ഇതിപ്പം ഒരു പമ്പ് എത്തി. നമ്മൾ അത്യാവശ്യം എത്ര കിലോമീറ്റർ 67 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫുൾ ടാങ്ക് അടിക്ക് തന്നെ അറിയാം നമുക്ക് മൈലേജ് എത്ര ഉണ്ടെന്ന്. നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 67 കിലോമീറ്റർ കവർ ചെയ്യാൻ 3.2 ലിറ്റേഴ്സ് എടുത്തുള്ളൂ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്ത് നിന്നായിരുന്നു. ഞാൻ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെസ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലയൻസ് പമ്പിൽ നിന്നാണ് നമ്മൾ ആദ്യം ഫുൾ ടാങ്ക് അടിച്ചത്. വണ്ടി പെട്രോൾ അധികം ഇല്ലായിരുന്നു. ഞാൻ 1.5 വർഷം ഡാഷ്ബോർഡ് കാണിച്ചപ്പോൾ കാണും ഫ്യൂവൽ ലോ എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഫ്രൈ സർവീസ് നമുക്കൊരു 5 ലിറ്ററിൻ്റെ കൂപ്പൺ കിട്ടിയായിരുന്നു. അപ്പം എടുത്തപ്പോൾ ഞാൻ ആദ്യം അത് അടിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഫ്യൂവൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഇത് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഫ്യൂവലേ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ സെസ്സിൻ്റെ ഓപ്പോസിറ്റ് റിലയൻസിൻ്റെ പമ്പ് വരെ എത്തി. അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു. അവിടെ നിന്ന് നമ്മളിപ്പം കോട്ടയത്തെത്തി. കോട്ടയത്ത് നമ്മൾ 67 കിലോമീറ്റർ കവർ ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പം 67 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വെച്ച് ഫുൾ ടാങ്ക് അടിക്കാൻ 3.24 ലിറ്റേഴ്സായിരുന്നു നമുക്ക് വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് മൈലേജ് വരുന്നത് 60-70/3.24. അപ്പോൾ 20 ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു. അപ്പം 20 km/h ആ ഒരു റേഞ്ച് നമുക്ക് മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം സ്പെസിഫൈഡ് 18 to 27 ആണ് പറഞ്ഞേക്കുന്നത്. 20 കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം ബാക്കി റിവ്യൂ നമുക്ക് ഇപ്പോൾ രാത്രിയായി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് ബാക്കി ആഡ് ഓൺ ചെയ്തതിൻ്റെയും അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അന്ന് അതിൻ്റെ കൂട്ടണം. ഓക്കെ, ഇത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ താഴെ കണ്ടു ഒരു ഗ്രീൻ ലൈറ്റ് കത്തിരിക്കുന്നത്. അവിടെ ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ കാറിന് ഈ ഫീച്ചർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുറകിലത്തെ വണ്ടി നമുക്ക് ബ്രൈറ്റ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ടിൻറ്റ് വന്നിട്ട് അത്രയും പ്രശ്നമായിട്ട് തോന്നത്തില്ല. അവരുടെ ലൈറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണിലോട്ട് അടിക്കുന്നതിൻ്റെ പ്രശ്നം നമുക്ക് ഈ സെൻട്രൽ റിയർ മിററിന് അത് ഒട്ടും വരുന്നില്ല. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിററിൽ കൂടെ നോക്കുന്നുണ്ട്. എൻ്റെ കണ്ണിലോട്ട് അധികം വലിയ പ്രശ്നമായിട്ട് വരുന്നുമില്ല. പക്ഷേ
പക്ഷേ ഇപ്പുറത്തെ മിററിൽ കൂടെ നോക്കുന്നത്, ഇപ്പുറത്തെ ഇതിൽ കൂടെ നോക്കുന്നത് എനിക്ക് അത്യാവശ്യം ഇറിറ്റേറ്റിംഗ് ആയിട്ട് കണ്ണോട് അടിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ചെയ്തിട്ട് അന്നേരമാണ് ഞാൻ ഒന്ന് ഓട്ടോ ഓഫാക്കി നോക്കിയത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഓട്ടോ ഓഫ് ചെയ്താൽ നമുക്ക് കണ്ണിലോട്ട് കുത്തി കയറുന്ന പോലെയുള്ള ലൈറ്റ് തന്നെ വരും. അല്ലാതെ ഓട്ടോ ഓൺ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നില്ല. ഇപ്പം റൈറ്റ് അടിക്കുന്ന ആ ടൈമിൽ അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നില്ല. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മളപ്പോൾ തിരിച്ചെത്തി. അപ്പം ഇന്ന് നമുക്ക് വണ്ടിയുടെ ഫീച്ചേഴ്സ് ജസ്റ്റ് ജനറലായിട്ട് നോക്കാം. അപ്പം ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതിന് ഒരു കിറ്റായിട്ട് നമുക്കുണ്ട്, സൈസ് സർവീസിൽ തന്നെ. ഒന്ന് നമുക്കത് പ്രിഫർ ചെയ്യാം. പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഞാൻ അത്രയും കിറ്റല്ല സെലക്ട് ചെയ്തത്. എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തായിരുന്നു. വണ്ടിയുടെ ഈ സ്റ്റിൽ ഗാർഡാണ്, ഡ്രീം ഗാർഡായിരുന്നു. അത്യാവശ്യം നിന്ന് വണ്ടിക്ക് അകത്തേക്കുള്ള വെള്ളം വീഴുന്ന ഇച്ചിരി ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇച്ചിരി താത്ത് വെക്കാനാണെങ്കിലും ആ ഒരു കേസിൽ ആവശ്യം വരുമെന്നുള്ളതുകൊണ്ട് അത് വെച്ചു. പിന്നെ അതേപോലെ നമ്മുടെ ഈ കാല് ചവിട്ടുന്നിടത്ത് പോറൽ വീഴാതെ മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിൽ ഗാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയിൽ മാറ്റും വിനയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് വെൽക്രോ ആണിത്, വെൽക്രോ ആയിട്ട് അവർ ചെയ്തേക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഇവിടുത്തെ എൻ്റെ വണ്ടിയുടെ നോർമൽ മാറ്റും ഉണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു, അപ്പോൾ അതിൻ്റെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കിടക്കുന്നുണ്ട്. പിന്നെ സീറ്റ് കവറ്, ബക്കറ്റ് സീറ്റിനെ പറ്റി 1-2 പേരെടുത്ത് ഞാൻ ബക്കറ്റ് സീറ്റാണ് ബലേനോയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ബക്കറ്റ് സീറ്റാണ് ഒരുമാതിരി കുഴിയിലിരിക്കുന്ന പോലെ തോന്നുന്നത്. അത് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബക്കറ്റ് സീറ്റിൽ ഇരിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നതാണ്. ഇതിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു കുഴിക്കാതിരിക്കുന്ന ഒരു ഫീൽ എനിക്കെന്തായാലും വന്നിട്ടില്ല. അപ്പം അങ്ങനെ ധരിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബക്കറ്റ് സീറ്റിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അപ്പം നോർമൽ ഹൈറ്റുള്ളൊരു സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ ആ റിഡ്ജ് ഇച്ചിരിയോടൊരു ഹൈറ്റ് ഉണ്ട് എന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയതൊരു ഡിഫറൻസ് അതേ ഉള്ളൂ. അത് ഈ ഒരു ഭാഗത്തിന് ഇച്ചിരിയോടെ ഹൈറ്റ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബക്കറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും എന്ന് തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ അഡീഷണലായിട്ട് ചെയ്ത് നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ്ങും ടെഫ്ലോണുമാണ്. ടെഫ്ലോൺ കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ്, സ്റ്റിൽ ഗാർഡ്, റെയിൻ ഗാർഡ്, വിനൈൽ മാറ്റ്, സ്ക്രാച്ച് പ്രൂഫിൻ്റേത്, അതുപോലെ തന്നെ അത്രേ ഇതുള്ളൂ. ഇത്രയും ടോട്ടൽ വരുന്നത്. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 23,000 സംതിങ് ആണ്. 23,000 സംതിങ് ആയിരുന്നു നമുക്ക് ടോട്ടൽ വരുന്നത്. നമുക്ക് അതിൻ്റെ ചാർട്ട് ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് ചാർട്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കിറ്റങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 40,000 അടുപ്പിച്ച് നമുക്ക് വരും. അതായത് കിറ്റും നമ്മുടെ ഈ അണ്ടർ ബോഡി അതുപോലത്തെ 1-2 സാധനങ്ങൾ അതിനകത്തില്ല. അപ്പം അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പം ഇത് തമ്മിൽ വ്യത്യാസം വരുന്ന ഏകദേശം 40,000 42,000 റേഞ്ചിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മുടെ അഡീഷണൽ ഫിറ്റിങ്സ് എല്ലാം കൂടെ. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്തത് നമുക്ക് ആവശ്യമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഭാവിയിൽ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. ടെസ്റ്റ് ഡ്രൈവ് അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലും ഒക്കെ വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കണ്ട. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.